ജീവന്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ്. പക്ഷെ എന്തില്ല? ജീവന്റെ സാന്നിധ്യമുണ്ട്, മനസ്സില്ല. അല്ലേ? ശരിയല്ലേ? ചിന്തിക്കും നിങ്ങൾ, നല്ലോണം ചിന്തിച്ചുറപ്പിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് ജീവൻ എന്ന് പറയുന്നത് ഈ മനസ്സിനെ തന്നെയാണ്. അപ്പൊ മനസ്സ് നശിച്ചിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ മനസ്സിന് വീണ്ടും വരേണ്ടതുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്രകൃതി അങ്ങനെ ഘടിപ്പിച്ചിരിക്കുന്നത്. ഏത് ജീവജാലത്തിനും വരണമെങ്കിൽ ആദ്യം മനസ്സിലൂടെ മാത്രമേ വരാൻ സാധിക്കുകയുള്ളൂ. മനസ്സില്ലാതെ ഒരു ജീവജാലത്തിനും വരാൻ സാധ്യമല്ല. വികാരങ്ങൾ വന്നാലേ വരാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെയുള്ള മനസ്സാകുന്ന സത്തും ശരീരമാകുന്ന അസത്തും ഇത് രണ്ടും ഉണ്ടാകുന്നതിന് മുമ്പ് ഭഗവാൻ പറയുന്നു, ആര് മാത്രമേ ഉള്ളൂ? അഹമേവ ആസീത്, ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ രാവിലെ എണീക്കുന്ന സമയത്ത് ശരീരബോധവുമില്ല, മനസ്സും ഇല്ല. ഉണ്ടോ? പക്ഷെ അപ്പോഴും പ്രാണന്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടല്ലോ. ഈ ശരീരത്തിൽ ക്രിയകൾ നടക്കുന്നുണ്ട്. ഈ ശരീരത്തിൽ അപ്പോഴും ഒരു ജ്ഞാനത്തിന്റെ പ്രവർത്തനമുണ്ട്. സെല്ലുകൾ ജനിക്കുന്നു, മരിക്കുന്നു. നമ്മൾ ഉറങ്ങിക്കിടക്കുമ്പോഴൊക്കെ നടക്കുന്നുണ്ട്. എത്ര ശ്വാസം എടുക്കണം, എത്ര ശ്വാസം പോകണം, എങ്ങനെ ഹാർട്ട് പ്രവർത്തിക്കണം, ഈ ജ്ഞാനമൊക്കെ ഉണ്ടല്ലോ. ജ്ഞാനശക്തിയുണ്ട്, ക്രിയാശക്തിയുണ്ട്, ഇച്ഛാശക്തി, എല്ലാം ഈ ശരീരത്തിൽ അപ്പോഴും ഉണ്ട്. ഈ ശക്തികളെ ആരാ നിലനിർത്തിയത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യമാണ്. പിന്നീടാണ് മനസ്സുണർന്നു വരുന്നത്. മനസ്സുണർന്നതിന് ശേഷമാണ് ശരീരം ഉണർന്നു വരുന്നത്. അങ്ങനെയാണെങ്കിൽ ശരീരത്തിനും മനസ്സിനും മുമ്പിൽ അതിനൊക്കെ ആദ്യം ആര് തന്നെയാണ് കൂടെയുള്ളത്? ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നൊരു ചൈതന്യം. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, അഹമേവ ആസീത് അഗ്രേ, എല്ലാറ്റിനും മുമ്പിൽ ഞാനാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന പേര് പരമകാരണം എന്നാണ്. എല്ലാറ്റിനും പരമകാരണമായിരിക്കുന്നവനാരോ അവൻ ഭഗവാൻ. ഇനി ഗീതയിൽ നിങ്ങൾ നോക്കൂ, ഭഗവാൻ പറയുന്നത് ഞാൻ ഏത് രൂപത്തിലിരിക്കുന്നു? 10-ാം അധ്യായത്തിൽ 20-ാമത്തെ ശ്ലോകത്തിൽ പറയും, അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത അഹമാദ്യം ച മദ്യം ച ഭൂതാനാമന്തമേവ ച. അഹം ആത്മാ. ഭഗവാൻ ആരുടെ രൂപത്തിലാണ്? എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ ചൈതന്യം തന്നെയാണ്. ഇത് നമ്മൾ നിങ്ങോട്ട് ഉറപ്പിക്കണം. അങ്ങനെ ഞാനും നിങ്ങളും ഈ നിമിഷം ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മളിൽ നിറഞ്ഞിരിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അത് യാതൊരു സംശയം ഉണ്ടാവരുത്. അപ്പം എല്ലാവരിലും നിറഞ്ഞിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനിൽ നിന്ന് തന്നെയാണ് സത്തായിരിക്കുന്ന മനസ്സും അസത്തായിരിക്കുന്ന ശരീരവും വന്നിരിക്കുന്നത്. ഇനി ഭഗവാൻ പറയുന്നു, അത് വന്നതിന് ശേഷം ഭഗവാൻ എവിടെ ഇരിക്കണോ? പശ്ചാദഹം. പശ്ചാത്ത് പറഞ്ഞാൽ അതിനുശേഷം. അപ്പോഴും ഞാനുണ്ട്. ആരുണ്ട്? ഭഗവാനുണ്ട്. അതായത് പ്രകൃതിയുടെ നിയമം അനുസരിച്ച് കാരണത്തിൽ നിന്ന് വന്ന കാര്യം കാര്യത്തിൽ കാരണം തന്നെ ഇരിക്കുന്നു. സ്വർണത്തിൽ നിന്നുണ്ടായ ആഭരണം, സ്വർണം എവിടെ ഇരിക്കണു? ആഭരണത്തിൽ തന്നെ ഇരിക്കുന്നു. അതുപോലെ മണ്ണിൽ നിന്നുണ്ടായ പാത്രം, മണ്ണ് എവിടെ ഇരിക്കണു? മണ്ണിൽ തന്നെ ഇരിക്കുന്നു. നമ്മളെ സംബന്ധിച്ച് ഈശ്വരൻ എന്ന് പറയുന്നത് ഈശ്വരനിൽ നിന്നും പ്രകടമായതിൽ തന്നെയാണ് ഈശ്വരൻ. അവരും ഈശ്വരനെ വേറെയായിട്ട് കാണുകയാണ്. നമ്മൾ ഈശ്വരനെ വേറെയായി കാണുന്നില്ല. ഈശാവാസ്യമിതം സർവം, എല്ലാം ഇരിക്കുന്നത് ഈശ്വരനിൽ തന്നെയാണ്. വളരെ ശ്രദ്ധിക്കണം ഈ പറയുന്ന പ്രസ്താവനകളൊക്കെ. നമുക്ക് ഈ പറയുന്നത് അങ്ങോട്ട് ദൃഢമാവാത്തതിന് കാരണം കുട്ടിക്കാലം മുതലേ നമ്മൾ ഈശ്വരനെ വ്യക്തിയാക്കി വെച്ചു. വ്യക്തികളൊക്കെ ഓരോ വ്യത്യസ്തമായ രൂപവിശേഷങ്ങളും കഴിവുള്ളവരുമാണ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ ചെന്ന് യാചിക്കുന്നതും കേഴുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പൊ നമ്മളെ താഴ്ത്തിക്കൊണ്ട് പറയാണ്, അങ്ങയ്ക്ക് ശക്തിയുണ്ട്, എനിക്ക് ശക്തിയില്ല. അങ്ങയ്ക്ക് കഴിവുണ്ട്, എനിക്ക് കഴിവില്ല. അങ്ങ് എല്ലാറ്റിനും പ്രാപ്തനാണ്, ഞാൻ പ്രാപ്തനല്ല. അങ്ങനെ നമ്മൾ ഒരു അടിമയെന്നും ഈശ്വരനെ ഒന്ന് ഒരു ഉടമസ്ഥനെന്നും ഉള്ള ഭാവം വെച്ചു കളഞ്ഞു. അപ്പൊ നമ്മളൊരു ഗ്യാപ്പ്, ഒരു ഡിസ്റ്റൻസ് ഉണ്ടാക്കി. നമ്മൾ ഭഗവാന് കുറെ ശക്തികൾ ആരോപിച്ചു, നമ്മളെ ഭഗവാനിൽ നിന്നും വളരെ താഴ്ത്തി വെച്ചു. കാരണം നമ്മൾ കാണുന്നത് നമ്മുടെ മനസ്സിന്റെ കഴിവുകേടാണ്. എന്നാൽ ഭഗവാനാണെങ്കിലോ മനസ്സിനും അപ്പുറത്താണ്. ആരുടെ സ്ഥാനം? ഭഗവാന്റെ സ്ഥാനം. മനസ്സിലാവുന്നുണ്ടല്ലോ? നമ്മളിലേക്കല്ല നോക്കി പഠിച്ചത്, നമ്മൾ നമ്മളെക്കുറിച്ച് മനസ്സിലാക്കിയില്ല. സ്കൂളിലൊരു ടീച്ചർ കുട്ടികൾക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഓരോ വാക്കുകളുടെയൊക്കെ മലയാള അർത്ഥങ്ങൾ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ കാറ്റ് പൂച്ച, റാറ്റ് എലി, എലഫന്റ് ആന, ഇങ്ങനെ പറഞ്ഞ് ടീച്ചർ എൻ്റെ ഇടയിൽ പറഞ്ഞു, മൈ ഹെഡ്, എൻ്റെ തല. കുട്ടി അവിടെ എന്തെഴുതിച്ചറിയോ?
മൈ ഹെഡ്. ടീച്ചർ ഇങ്ങനെയല്ലേ പറഞ്ഞത്? എൻ്റെ തല എന്നല്ലേ പറഞ്ഞു, ടീച്ചറുടെ തല അത് എഴുതി വെച്ചു. എന്നിട്ട് ഇതൊക്കെ എഴുതി വെച്ചിട്ട് വീട്ടിൽ വന്നിട്ട് ഗംഭീരമായിട്ട് കുട്ടി മനപ്പാഠം ചെയ്യുന്നുണ്ട്. കാറ്റ്, റാറ്റ് ഇങ്ങനെ വായിച്ച് 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 കുട്ടി പറയുന്നു മൈ ഹെഡ് ടീച്ചറുടെ തല, മൈ ഹെഡ് ടീച്ചറുടെ തല. അച്ഛൻ ചോദിച്ചു, എന്ത് പൊട്ടത്തരാടാ നീ വായിക്കുന്നത്? മൈ ഹെഡ് എന്ന് പറഞ്ഞാൽ ടീച്ചറുടെ തല എന്നാണ് അർത്ഥം, എൻ്റെ തല എന്നല്ലേ അർത്ഥം. കുട്ടി അച്ഛനെ ഒന്ന് നോക്കി, മുടിയില്ല, എന്നാലും കുഴപ്പമില്ല, അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ അത് മാറ്റിയേക്കാം. ആരുടെ തല? മൈ ഹെഡ് അച്ഛൻ്റെ തല, മൈ ഹെഡ് അച്ഛൻ്റെ തല. കാരണം അച്ഛനാണല്ലോ മൈ ഹെഡ് എന്ന് പറഞ്ഞത്. ഇതുപോലെയാണ് നമ്മളിലേക്ക് നോക്കില്ല, മറ്റുള്ളവരുടെ തലകളിലേക്കൊക്കെ നോക്കും. നമ്മളിലേക്ക് നോക്കിയാലല്ലേ കാര്യം മനസ്സിലാവുള്ളൂ. അപ്പോ ഭഗവാൻ ഇരിക്കുന്നത് നമ്മളിലാണ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. അപ്പം ആദ്യം ഭഗവാനേ ഉള്ളൂ, രണ്ടാമതും ആരേ ഉള്ളൂ? ഭഗവാനേ ഉള്ളൂ. ഇനി എല്ലാം അവസാനിച്ചാലും അവശേഷിക്കുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. അത് നമുക്ക് നല്ല ബോധ്യമുണ്ട്. ഉറക്കത്തിൽ മനസ്സിന്റെ പ്രവർത്തനവും ഇല്ല, ഉറക്കത്തിൽ ശരീരത്തിന്റെ പ്രവർത്തനവും ഇല്ല. പക്ഷെ അപ്പോഴും ആരുണ്ട്? ഭഗവാനുണ്ട്. അപ്പൊ ഭഗവാനിൽ നിന്നും വന്നു, ഭഗവാനിൽ നിലനിന്ന്, ഭഗവാനിൽ ഇവിടെയൊക്കെ നമ്മളെ ശ്രദ്ധിക്കാറ് ഭഗവാൻ ഉള്ളിലുണ്ട്, ഭഗവാൻ മനസ്സിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് നമ്മൾ പറയുമ്പോൾ ഉള്ളിൽ എന്ന് പറയുമ്പോൾ ഏതിൻ്റെ ഉള്ളിൽ? ഏതിൻ്റെ ഉള്ളിൽ? തലയുടെ ഉള്ളിലോ? ശരി, മനസ്സിൻ്റെ ഉള്ളിൽ ഭഗവാൻ ഇരിക്കുന്നു. അപ്പം ഭഗവാൻ മനസ്സിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുവെങ്കിൽ ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുക്കുന്നത് ആരാണ്? ഒരു സ്പൂൺ പഞ്ചസാര ചായയിലിട്ട് കഴിഞ്ഞാൽ നമ്മൾ പറയാണ് പഞ്ചസാര എവിടെ ഇരിക്കണു? ചായയിലിരിക്കണം. അപ്പൊ പഞ്ചസാരയ്ക്ക് ഇരിക്കാൻ ഇടം കൊടുത്തത്, അല്ലെങ്കിൽ അതിന് നിലനിൽക്കാൻ ഇടം കൊടുത്തത് ചായയാണ്. ഇതുപോലെ ഭഗവാൻ മനസ്സിലിരിക്കുന്നു പറഞ്ഞാൽ ഭഗവാനെ ഇരിക്കാൻ ഇടം കൊടുത്തത് ആരാണ്? മനസ്സ്. അപ്പൊ ഭഗവാനേക്കാളും കേമല്ലേ മനസ്സ്? കാരണം ഭഗവാൻ ഇരിക്കാൻ ഇടം കൊടുത്തിരിക്കുന്നത് മനസ്സാണ്. അങ്ങനെ ആയിരിക്കുമോ? ഭഗവാൻ നമ്മുടെ ഉള്ളിലായിരിക്കുമോ? അങ്ങനെയല്ല വാസ്തവത്തിൽ. അത് നമ്മൾ അപകടം പറഞ്ഞ് പരിശീലിച്ചതാണ്. നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. വാസ്തവത്തിൽ ഭഗവാനിലാണ് നമ്മളിരിക്കുന്നത്. അത് ലേശം ഒന്ന് ബുദ്ധിയോടുകൂടി തന്നെ ചിന്തിച്ചുറപ്പിക്കണം. നമുക്ക് തോന്നും ഒരു ആഭരണം കാണുമ്പോൾ ആഭരണത്തിലാണ് സ്വർണ്ണമിരിക്കുന്നത് എന്ന്. പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാവും ആഭരണത്തിലല്ല സ്വർണ്ണമിരിക്കുന്നത്, സ്വർണത്തിലാണ് ആഭരണം ഇരിക്കുന്നത്. അതാണ് പ്രകൃതിയുടെ നിയമം. കാരണത്തിൽ കാര്യമിരിക്കില്ല, കാര്യത്തിലേ കാരണമിരിക്കുന്നു. നമ്മൾ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോണ്ടല്ലോ, സ്പേസ്, അന്തരീക്ഷം കാണുന്നു. അന്തരീക്ഷത്തിലാണ് സൂര്യനും ചന്ദ്രനും ഭൂമിയും എല്ലാം. പക്ഷെ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് തോന്നും ഭൂമിയിലാണ് ഇതെല്ലാം ഇരിക്കുന്നത്, സ്പേസും കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. അത് സ്പേസിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പൊ സ്പേസിനെ സംബന്ധിച്ച് ഭൂമിയും സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം സ്പേസിന് ഒരുപോലെയാണ്. ഇതുപോലെ നമ്മൾ സൂക്ഷ്മതയിലൂടെ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് മനസ്സിലാവും ശരീരവും മനസ്സും എല്ലാം എവിടെ ഇരിക്കുന്നു? ഭഗവാനാകുന്ന ഒരു അന്തരീക്ഷത്തിൽ അങ്ങനെ ഇരിക്കുന്നു. അപ്പൊ ഈ ശരീരം നിങ്ങളൊന്ന് ചിന്തിക്കൂ, ഒന്ന് മനസ്സിൽ ചിന്തിക്കണേ. ഞാൻ പറയുന്നത് നമ്മളൊക്കെ ഓരോ നക്ഷത്രങ്ങളാണെന്ന് വിചാരിക്കുക. ഓരോ നക്ഷത്രങ്ങൾ, അന്തരീക്ഷത്തിൽ ഇരിക്കുന്ന നക്ഷത്രങ്ങൾ. ഇവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഭഗവാനാണെന്ന് വിചാരിക്കുക. ഭഗവാന് രൂപമുണ്ടോ? ഉണ്ടോ? ആകൃതിയുണ്ടോ? ഇല്ല. സർവത്ര നിറഞ്ഞിരിക്കുന്ന സ്പേസിനെ പോലെ, അന്തരീക്ഷം പോലെ ആരും ഭഗവാനും. അതിലിരിക്കുന്ന നക്ഷത്രങ്ങളാണെങ്കിൽ ഇനി നിങ്ങൾ പറയൂ ഭഗവാൻ എവിടെ ഇരിക്കുന്നു? നിങ്ങൾ നക്ഷത്രങ്ങളാണെന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഭഗവാൻ സർവത്ര നിറഞ്ഞിരിക്കുന്ന സ്പേസ് ആണെന്ന് ഭാവിച്ചുകൊണ്ട്, ആദിയും അന്തവുമില്ലാത്ത ഭഗവാൻ ആദിയില്ലല്ലോ, ഭഗവാൻ അന്തമില്ലല്ലോ, പൂർണ്ണനാണോ? അപ്പം ഭഗവാനെ നമുക്ക് ഏറെക്കുറെ താരതമ്യം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം എന്ത് മാത്രമാണ്? സ്പേസ് മാത്രമാണ്. അതുകൊണ്ട് ഭഗവാനെ വിളിക്കുന്ന ഒരു പേരുണ്ട് ചിദാകാശൻ. ചിത് ആകാശമായിരിക്കുന്നവൻ, ചൈതന്യമായിരിക്കുന്ന ആകാശത്തോടു കൂടിയിരിക്കുന്നവൻ. അങ്ങനെയുള്ള ഭഗവാനാണ്
സ്പേസ് എന്നുള്ളത് നമ്മൾ ധരിക്കുക. അതിലൊരു നക്ഷത്രമാണെങ്കിൽ ഇനി നിങ്ങൾ ഉത്തരം പറയൂ, ഭഗവാൻ എവിടെ ഇരിക്കണോ? എന്താ അതിന് ഉത്തരം പറയാ? നിങ്ങൾ പറയോ എൻ്റെ മനസ്സിൽ ഭഗവാൻ ഇരിക്കണമെന്ന് പറയോ? കാരണം നമുക്ക് മനസ്സിലാവും നമ്മളെന്ന് പറയുന്ന വ്യക്തിത്വം ഭഗവാന്റെ മുന്നിൽ വെറും ഒരു പൊട്ടു മാത്രമാണ്. എന്നാൽ ഭഗവാനോ അതിന്റെ ഗാംഭീര്യത്തിൽ അങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അതിൽ ഒരു തുള്ളി, ഒരു വെള്ളത്തിന്റെ തുള്ളി മാത്രമാണ് നമ്മൾ, അല്ലേ? അപ്പൊ നമ്മൾ എന്താ പറയേണ്ടത്? എന്നിൽ ഭഗവാൻ ഇരിക്കുന്നു എന്ന് പറയുന്നതിനേക്കാൾ ഭേദം ഭഗവാനിൽ ഞാനിരിക്കുന്നു. ഇവിടെ ഏത് വസ്തുവിനും വ്യക്തിക്കും ഇരിക്കണമെങ്കിൽ ആര് വേണം? ഇനി പറയൂ, നിങ്ങളുടെ കൂടെ എപ്പോഴാ ഭഗവാൻ ഇല്ലാത്തത് എന്നുള്ളത്? എപ്പോഴെങ്കിലും ഇല്ലാത്തതുണ്ടോ? എപ്പോഴും ഇല്ലേ ഭഗവാൻ? പക്ഷെ നമ്മളത് വിവേകത്തോടുകൂടി തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? വാസ്തവത്തിൽ നമ്മൾ വന്നിരിക്കുന്നത് ഭഗവാനിൽ നിന്നാണ്, നമ്മൾ നിലനിൽക്കുന്നത് ഭഗവാനിലാണ്. ഇനി നമുക്ക് തിരിച്ചു പോവേണ്ടതും ഭഗവാനിലേക്ക് തന്നെയാണ്. ഈ ബോധം നമ്മൾ നല്ലവണ്ണം ഉറപ്പിക്കണം. ഇതിനെയാണ് ഭാഗവതം ദർശനം എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉറപ്പിക്കേണ്ടത്. ഇത് പറയാനാണ് നാരായണീയം പറഞ്ഞിരിക്കുന്നത്, ഇത് പറയാനാണ് രാമായണം പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞുറപ്പിക്കാനാണ് ഗീത പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞുറപ്പിക്കാനാണ് വേദങ്ങൾ പറഞ്ഞിരിക്കുന്നത്, ഇത് പറഞ്ഞുറപ്പിക്കാനാണ് ഭാഗവതവും പറഞ്ഞിരിക്കുന്നത്. അവസാനം പരീക്ഷത്ത് മഹാരാജാവിനോട് പറയുന്നത്, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷനാത്മാനം ആത്മന്യാഥായ നിഷ്കളേ. പരീക്ഷത്ത് മഹാരാജാവേ, അങ്ങ് നല്ലവണ്ണം ഉറപ്പിക്കണം. അഹം ബ്രഹ്മ, ഞാൻ ബ്രഹ്മമായിരിക്കുന്ന ഭഗവാനിൽ നിന്നും വന്നു. അഹം ബ്രഹ്മ പരം ധാമ, എന്നെ നിലനിർത്തുന്നത് മുഴുവൻ, എന്റെ ധാമം, എന്റെ ആശ്രയം മുഴുവൻ ഭഗവാനാണ്. ആത്മനി ആത്മന, നല്ലവണ്ണം മനസ്സിനെ അതിലുറപ്പിച്ചുകൊണ്ട് അങ്ങ് ആ ഭഗവാനിലേക്ക് തന്നെ പരിപൂർണമായി സമർപ്പിച്ചാലും. ഇതാണ് അദ്ദേഹത്തിനോട് പറയാനുള്ളത്. അല്ലാതെ ഒരു ഗുരുവായൂരപ്പൻ വന്ന് രക്ഷിക്കുമെന്നോ, ഒരു എറണാകുളത്തപ്പൻ വന്ന് ആനയുടെ പിടിയിൽ നിന്ന് രക്ഷിക്കുന്നോ, ഇതൊന്നും എവിടെയും എഴുതി വെച്ചിട്ടില്ല. അങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങളൊന്നും നമ്മൾ വെച്ച് പുലർത്തരുത്. ഇനി ഉപനിഷത്തിൽ ഗംഭീരമായൊരു ഉപനിഷത്താണ് ഈശാവാസ്യ ഉപനിഷത്ത്. ആ ഈശാവാസ്യ ഉപനിഷത്ത് പറയുന്നത്, ഈശാവാസ്യമിതം സർവം യത്കിഞ്ച ജഗത്യം ജഗത് തേന തെക്തേന ഭുഞ്ചീത മാകൃത കസ്യ സിദ്ധനം. ഈശാവാസ്യമിതം സർവം, എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നത് ആരാണ്? ഈശ്വരനാണ്. അതൊക്കെ പറയുമ്പോഴല്ലോ അപ്പോഴും പരിമിതിയിൽ വെച്ചിട്ടാ പറയുന്നത്. എല്ലാറ്റിലും നിറഞ്ഞിരിക്കുന്നവൻ എന്ന് ഭഗവാൻ പറയുന്നതിന് പകരം എല്ലാം ഇരിക്കുന്നത് ഭഗവാനിലാണ്. ഇനി ആരെങ്കിലും ഇങ്ങനെ ചോദ്യം ചോദിച്ചാൽ നിങ്ങൾ എന്ത് പറയണം? എവിടെയാണ് ഭഗവാൻ ഇരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ആ ചോദ്യം തന്നെ തെറ്റാണ്. മനസ്സിലായില്ലേ? ആ ചോദ്യം തന്നെ തെറ്റാണ്. എവിടെ ഇരിക്കണോ ഭഗവാൻ നല്ല ചോദിക്കേണ്ടത്, ഞാൻ എവിടെ ഇരിക്കണോ? ഞാൻ ഇരിക്കുന്നത് ഭഗവാനിലാണ്, എന്നെ നിലനിർത്തുന്നതും ഭഗവാനാണ്. അതുകൊണ്ട് എൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്. നാരായണീയത്തിൽ വളരെ മനോഹരമായിക്കൊണ്ട് അവിടെ പറയും. ഇതെല്ലാം നാരായണീയത്തിൽ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് കാണാം. പൂഷാസു സ്വർണദ്വദ ജഗദീകടശരാവാദികേ മൃത്തികാവൽ തത്വേ സഞ്ചിന്യമാനേശ്വരതി തതുനാദ്വിതീയം വപുസ്തേ സ്വപ്നദ്രഷ്ടു പ്രബോധേതിമിരയവിധോ ജീർണരജ്ജോശ്ച യദ്വൽ വിദ്യാലാഭേ തദൈവ സുടമഭി വികസേൽ കൃഷ്ണ തസ്മൈ നമസ്തേ. സത്യം ശുദ്ധം വിബുദ്ധം ജയതി തവ വപു നിത്യമുക്തം നിരീഹം നിർദ്വന്ദ്വം നിർവികാരം നിഖില ഗുണഗണ വ്യഞ്ജനാധാരഭൂതം നിർമൂലം നിർമ്മലം തം നിരവധി മഹിമോല്ലാസ നിർലീനമന്ദ നിസ്സംഗാനം മുനീനാം നിരുപമ പരമാനന്ദ സാന്ദ്രപ്രകാശം. ഇങ്ങനെയൊക്കെയുള്ള ശ്ലോകങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ്. നിത്യം, ശുദ്ധം, വിശുദ്ധം ഇങ്ങനെയൊക്കെ പറയുമ്പോണ്ടല്ലോ, ഇതിലൊക്കെ അപ്പുറം ഇനി എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരിക നമ്മളെ? അതുകൊണ്ട് ഭഗവാൻ എന്ന് പറയുന്ന പരമസത്യം, അഹമേവാസമേവാഗ്രേ നാന്യത്യ സതസത്പരം പശ്ചാദഹം യഥേതശ്ച യോവശിഷ്യേതസോസ്മ്യഹം. ഇത് രാവിലെ തന്നെ ധ്യാനിക്കുക. അഹമേവാസമേവാഗ്രേ, എൻ്റെ ശരീരമാകുന്ന അസത്തും എൻ്റെ മനസ്സാകുന്ന സത്തും, ഇത് രണ്ടും വന്നിരിക്കുന്നത് നിറഞ്ഞിരിക്കുന്ന ഭഗവാനിൽ നിന്നാണ്. ഈ നിമിഷം എന്നെ നിലനിർത്തുന്നതും പശ്ചാദഹം ആരാണ്? ഭഗവാനാണ്. ഇനി ഈ മനസ്സ് തിരിച്ചെത്തേണ്ടതും ആരിലേക്കാണ്? ഭഗവാനിലേക്കാണ്. അതുകൊണ്ട് എൻ്റെ ആശ്രയം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെയാണ്. മനസ്സിലാക്കാൻ പ്രയാസമുണ്ടോ? നമ്മുടെ ആശ്രയം ആര് തന്നെയാണ്? ഭഗവാൻ തന്നെയാണ്.
വല്ല കാരണത്താലും ദുഃഖിക്കേണ്ടതുണ്ടോ? ഭഗവാൻ കൂടെ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ സംശയിക്കേണ്ടതുണ്ടോ? ഉണ്ടോ? അല്ല സ്വാമി, ഇപ്പൊ ഒരു സംശയം. ഇപ്പൊ ഇത് ഗുരുവായൂരപ്പനാണോ അയ്യപ്പനാണോ? ഇത് ശിവനാണോ? ഏത് രൂപത്തിലപ്പം നിങ്ങൾ പറയുന്നത്? ഇങ്ങനെയുള്ള വിഡിത്തങ്ങളൊന്നും ഇനി ചോദിക്കരുത് നിങ്ങൾ. ഭഗവാന് ശിവനെന്നോ അയ്യപ്പനെന്നോ ഗുരുവായൂരപ്പനെന്നോ ഈ പേരുകളൊക്കെ നമ്മുടെ പൂർവികന്മാര് കൽപ്പിച്ചിരിക്കുകയാണ്. ഭഗവാൻ എന്ന് പറയുന്നത് വിഷ്ണു സഹസ്രനാമത്തിൽ പറയും ശബ്ദാധിക, ശബ്ദസഹ, ശബ്ദാധിക, എല്ലാ ശബ്ദത്തിനും അതീതനാണ്. കാരണം ശബ്ദങ്ങളൊന്നും യഥോ വാചോ നിവർത്തന്തേ. നോക്കൂ, ശബ്ദങ്ങളൊക്കെ വന്നിരിക്കുന്നത്, നമ്മൾ ശബ്ദങ്ങളൊക്കെ ഉപയോഗിക്കുന്നത് മനസ്സുകൊണ്ടാണ്, അല്ലേ? നിങ്ങൾ പേര് വിളിക്കണമെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഫങ്ഷൻ ചെയ്യണ്ടേ? വേണോ വേണ്ടയോ? അപ്പൊ മനസ്സുകൊണ്ടാണ് നമ്മളൊരു ശബ്ദം ഉപയോഗിക്കുന്നെങ്കിൽ ആ മനസ്സ് പോലും ഉണരണമെന്ന് നിശ്ചയിക്കുന്ന ഭഗവാൻ എന്ത് പേര് വിളിക്കുക നിങ്ങൾ? നിങ്ങളുടെ ചെറിയ മനസ്സിനെ ഉണർത്താൻ പോലും ഭഗവാന് സാധിക്കുമെങ്കിൽ, അല്ലെങ്കിൽ ആ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടാണ് ഉണരുന്നെങ്കിൽ